അകാരണമായി നാം ഏൽക്കേണ്ടി വരുന്ന ചില അപമാനങ്ങൾ, ഒരുപക്ഷെ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വാക്കുകളോ ആലോചനകളോ അല്ല മറ്റുള്ളവരുടെ അസൂയ നിമിത്തം ഒക്കെ ആയിരിക്കാം ഈ അപമാനം ഏൽക്കേണ്ടി വരുന്നത്. അത്തരത്തിൽ അപമാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി പേര് തളർന്നു പോകാറുണ്ട്, ജീവിതം മടുത്തെന്ന് പറയാറുണ്ട്. കുറെ പേരൊക്കെ ആ അപമാനം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാറുമുണ്ട്. ഒത്തിരി പേര് എല്ലാ കാര്യങ്ങളിൽ നിന്ന് മുൻപോട്ട് പോകാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് കർത്താവ് നൽകുന്ന ആലോചന, ഇത്തരത്തിൽ യഥാർത്ഥമായും നീതിയായും സത്യമായും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അപമാനം ഏൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, അതിന്റെ പല കാരണങ്ങളിൽ ഒന്ന് അസൂയയാണ്. മറ്റുള്ളവർക്ക് ചിലർക്ക് അസൂയയാണ്. ചിലരാണെങ്കിൽ മനഃപൂർവ്വം അപമാനിക്കാനായിട്ട് തെറ്റിദ്ധാരണകൾ പറഞ്ഞു വരുത്തുക. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട്. നിങ്ങൾ നോക്കണം, എബ്രായ ലേഖനം 12 അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തിരുന്നു. അവൻ തന്റെ ലക്ഷ്യമെന്ന് പറയുന്ന ക്രൂശിനെ സഹിക്കുക, ദൈവികമായ സന്തോഷം പ്രാപിക്കുക, ജനങ്ങളെ രക്ഷിക്കുക. അപ്പൊ അത് മുമ്പിൽ കണ്ടുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയാനുള്ള ആലോചന നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾക്ക് ദൈവികമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ചില ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാതിരിക്കാനാണ് അപമാനങ്ങളെ പിശാച് എറിയുന്നത്. അതും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നോ നമ്മൾ ഒരിക്കലും ആ വ്യക്തി എന്നെ കുറിച്ച് പറയില്ല, അല്ലെങ്കിൽ ഇവര് എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്തുനിന്നൊക്കെ വരും. എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളുടെ മുമ്പിൽ ഒരു ലക്ഷ്യം ദൈവം തന്നിട്ടുണ്ട്, അതിനെ തടസ്സപ്പെടുത്തുക, അവിടെ നിങ്ങൾ ഫെയിലാകുക. ഇതാണ് പിശാചിന്റെ തന്ത്രം. അപ്പൊ യേശു എന്ത് ചെയ്തു? തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അപമാനത്തെയൊക്കെ അലക്ഷ്യമാക്കിയിട്ട് ക്രൂശിനെ സഹിക്കാൻ തയ്യാറായി. അതായിരുന്നു യേശുവിന്റെ ലക്ഷ്യം, ക്രൂശിനെ സഹിക്കുക എന്നുള്ളതായിരുന്നു, ക്രൂശ് മരണം ഏറ്റെടുക്കുക. പിശാച് ഏറ്റവും തടയാൻ നോക്കിയത് അത് തന്നെയായിരുന്നു. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ലക്ഷ്യത്തെ തടയുവാൻ ഇത്തരത്തിൽ ചില അപമാനങ്ങൾ നിങ്ങൾക്കെതിരെ കടന്നു വന്നാൽ, കർത്താവിന്റെ വചനം പറയുന്നത് 12 അധ്യായം എബ്രായർ 12:3, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. നമുക്ക് ധ്യാനിക്കാനുള്ളത്, ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ ഞാൻ ഒന്നിനും ഇല്ലെന്ന് പറഞ്ഞു പോവുകയല്ല. ദൈവം എന്നെ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ക്ഷീണിച്ചു മടുക്കാൻ പാടില്ല. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ച യേശുവിനെ ധ്യാനിച്ച് അപമാനത്തെ നാം ജയിക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ യേശു ലോകത്തിലെ ഏറ്റവും നീതിമാനായി ജീവിച്ച മനുഷ്യനായി പിറന്ന മനുഷ്യൻ യേശുക്രിസ്തുവാണ്. 33 വയസ്സ് വരെ ജീവിച്ചുള്ളെങ്കിലും ലോകം മുഴുവൻ അറിയപ്പെടുമ്പോൾ തന്നെ ലോകം മുഴുവൻ അവരെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുവാൻ പിശാചാവുന്നത്ര ശ്രമിച്ചു. ഇന്നും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. യേശുക്രിസ്തു 3.5 വർഷമാണ് ശുശ്രൂഷ നയിച്ചത്. ആ കാലത്തിനിടയിൽ ആളുകൾ പറഞ്ഞു വരുത്തി അവൻ ചെയ്ത അത്ഭുതങ്ങളെ ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ആ യേശുവിനെതിരെ ഉണ്ടാക്കിയ വ്യാജ വാർത്തകൾ, അവര് യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശു പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞു, യഹൂദന്മാരുടെ പള്ളിയെ ഞാൻ തകർക്കുമെന്ന് യേശു പറഞ്ഞെന്ന് കുറെ പേര് കള്ളസാക്ഷ്യം പറഞ്ഞു. കൈസറാണ് യഹൂദന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം, അവരുടെ ദേവാലയമാണ്. ഇനി അക്കാലത്തെ ലോകത്തിലെ ചക്രവർത്തി കൈസറാണ്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമല്ല, അല്ലെങ്കിൽ കൊടുക്കരുതെന്ന് ഈ യേശു പഠിപ്പിച്ചെന്ന് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് കുറച്ച് പേര് അങ്ങോട്ട് എന്ന് പറഞ്ഞു, കോടതി പറയുക. ഇങ്ങനെ രാഷ്ട്രത്തിനെതിരെ രാഷ്ട്രീയമായ രാജ്യദ്രോഹം കുറ്റം ചുമത്താൻ പറ്റുന്ന ഏറ്റവും നീചമായ കാര്യങ്ങൾ യേശുക്രിസ്തുവിനെതിരെ പറഞ്ഞു വരത്തി. അപ്പൊ ഇതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് ഒരു കലാപത്തിനോ ഒരു പ്രതിരോധത്തിനോ യേശു നിൽക്കാതെ എന്താ ചെയ്തെന്നറിയാമോ? പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനം എഴുതിയപ്പോൾ 1 പത്രോസ് 2 അധ്യായത്തിന്റെ 23-24 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ ഭാരമേൽപ്പിച്ചു. പ്രിയമുള്ളവരെ,
നമ്മൾ പറയത്തില്ല പണി കിട്ടി, പണി വരുന്നത് ചെറിയ സ്ഥലത്തൊന്നും ആയിരിക്കുകയില്ല, ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ അപ്പോൾ നമ്മൾ ന്യായം ഇനി പറയാൻ ഒരു സ്ഥലമില്ലല്ലോ. ആ സാഹചര്യം നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യരിലേക്ക് ആശ്രയിക്കാൻ ഓടാതെ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടം അനുഭവിച്ചിട്ട് നിന്നെ പിന്നെ കണ്ടോളാം എടുത്തോളാം എന്ന് ഭീഷണി പറയാതെയും, കാര്യം ന്യായമായി വിധിക്കുന്നവെങ്കിൽ ഫലമേൽപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ നമുക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ എനിക്ക് നീതി തരുന്നൊരു ദൈവമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ അടുത്ത കരുത്ത് ദൈവം തരികയുള്ളൂ. മടുത്തു, എല്ലാം അനീതിയാണ്, എനിക്കെല്ലാം പ്രതികൂലമാണെന്നല്ല പറയുന്നത്. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് എനിക്ക് പറയേണ്ടത്. ഹല്ലേലൂയ. എനിക്ക് ഉള്ള നീതി, ന്യായം, അംഗീകാരം, ഉയർച്ച, വിടുതൽ, നന്മ എല്ലാം ഒരു മനുഷ്യന്റെ കയ്യിലോ ഒരു അധികാരിയുടെ കയ്യിലോ അല്ല. എൻ്റെ ഉയർച്ച വരുന്നത് എൻ്റെ ദൈവത്തിൽ നിന്നാണ്. അത് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു. എൻ്റെ നന്മയും ഉയർച്ചയും അനുഗ്രഹവും ജീവനും ആയുസ്സും എല്ലാം ഇരിക്കുന്ന കർത്താവിൻ്റെ കയ്യിലാണ്. നമ്മളിപ്പോൾ പറയത്തില്ലേ, നമ്മുടെ കർത്താവ് അറിയാതെ നമുക്ക് മരണം സംഭവിക്കുകയില്ല. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറയാണ്, കർത്താവ് അനുവദിക്കാത്ത സമയത്താണെങ്കിൽ ആന വന്ന് ചരിഞ്ഞ് ദേഹത്തോട്ട് വന്ന് വീണാലും ചാകുകയല്ലെന്ന്. ആന ചരിഞ്ഞ് വീണാലും, ആന എൻ്റെ പുറത്തോട്ട് വീണാലും ചാകുകയല്ലെന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, കർത്താവിൻ്റെ സമയത്ത് മാത്രമേ ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ പ്രാണൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പെയോ അതിന് ശേഷമോ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ ഉയർച്ച ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ ദൈവമാണ് എൻ്റെ സങ്കേതം. എന്നെ രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനും ഒരു പരിചയം. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കൊമ്പും ദൈവം തന്നെയാണ്. എൻ്റെ ഗോപുരം അവൻ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപമാനിക്കാൻ വരുന്നവരും അപമാനിച്ചോട്ടെ. ദാവീദ് തന്നെ പറഞ്ഞില്ലേ, ശിമെയി ശപിച്ച സമയത്ത് പറഞ്ഞില്ല, ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുന്നു, അവൻ ചെയ്തോട്ടെ. അതിനും കുറെ പേര് വേണം. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ദൈവികമായ പ്രതിഫലവും നന്മയൊക്കെ വേണമെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത തിന്മകൾ കളവായിട്ടൊക്കെ പറയണ്ടേ? അപ്പോഴാണ് നിങ്ങളെ പ്രതിഫലം വലുതാകുന്നു. അത് പറയട്ടെ, അത് പറയാൻ വിധിക്കപ്പെട്ടവർ പറഞ്ഞോട്ടെ. അതൊരു വിധിയായി പോയല്ലോ എന്ന് മാത്രം ചിന്തിച്ച് സിമ്പതി ഓർത്താൽ മതി. പക്ഷെ നിങ്ങൾ നിരാശപ്പെട്ട് പുറകോട്ട് പോകരുത്. നിങ്ങളുടെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം ക്രൂശിൽ മരിക്കുക എന്നുള്ളതായിരുന്നു പാപികൾക്ക് വേണ്ടി. നമ്മൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ലക്ഷ്യം ദൈവത്തിനുണ്ട്. അതിലേക്ക് നിങ്ങൾ വരിക, അതിലേക്ക് നാം എത്തിച്ചേരുക. പിശാച് കാണുക, ശത്രു കാണുക, അസൂയപ്പെടുന്നവർ കാണുക, അവരുടെ നടുവിൽ ദൈവം ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിച്ചിരിക്കും. ഹല്ലേലൂയ. കാലേബും യോശുവയൊക്കെ അങ്ങനെ ജയിച്ചവരാ. അവര് പറഞ്ഞ ദൈവിക ലക്ഷ്യം, നമ്മൾ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വാഗ്ദത്തം പ്രാപിക്കും, അവരെ കീഴടക്കും. ഇത് പറഞ്ഞപ്പോൾ ദൈവം അവർക്ക് കരുത്ത് കൊടുത്തു, ജയിക്കാൻ ശക്തി കൊടുത്തു. തോക്കുമെന്ന് പറഞ്ഞവരൊക്കെ തോറ്റുപോയി, ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ജയിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ നിരാശപ്പെടാനും നിരാശയുടെ വാക്ക് പറയാനാണ് പിശാചാകുന്നത്ര നോക്കുന്നത്. അതുകൊണ്ട് അവിടെ ചെവി കൊടുക്കുകയല്ല, അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്ത യേശുവിനെ ധ്യാനിച്ചുകൊള്ളുക. കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തോളും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. മടുത്തുപോയ കർത്താവെ, മടുത്തുപോയ, ഇനി മുന്നോട്ടില്ല എന്ന് ചിന്തിച്ച് വിധി എഴുതിയ, പല മേഖലയിൽ നിന്നും പുറകോട്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ശബ്ദം ഇന്ന് കേൾക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ക്രൂശിനെ ഒഴിവാക്കുകയോ ക്രൂശിൽ നിറങ്ങി വരികയോ ചെയ്യാതെ ആ ക്രൂശ് സഹിച്ചു, അപമാനങ്ങളെയൊക്കെ അലക്ഷ്യമാക്കി വിചാരിച്ചു ദൈവികമായ ലക്ഷ്യത്തിൽ കർത്താവ് ഉറച്ചു നിന്നതുപോലെ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അപമാനങ്ങളെയും കർത്താവെ ഞങ്ങൾ കാര്യമാക്കാതെ അവഗണിച്ചുകൊണ്ട് ദൈവിക പദ്ധതിക്ക് വേണ്ടി നിൽപ്പാൻ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ ആരൊക്കെ അപമാനിക്കപ്പെടുന്നു ഈ മക്കൾ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രതിസന്ധികളുടെയും പ്രതിയോഗികളുടെയും നടുവിൽ തന്നെ മക്കളെ നീ ഉറപ്പിച്ചു നിർത്തുകയും മാനിക്കിച്ചു ദൈവികമായ മഹത്വത്തിനായി എൻ്റെ മക്കളെ ഉപയോഗിക്കും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് കൂടെ നിൽക്കുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച, വേദനയും നിന്നെ അനുഭവിച്ച, പരിഹാസവും അപമാനം അനുഭവിച്ച യേശു ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം, ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് കൂടെ കൊണ്ട് ധൈര്യമായി മുൻപോട്ട് പോകുക. നിങ്ങൾക്ക് ശക്തമായി മുൻപോട്ട് പോകാനുള്ള കാര്യത്തിൽ ദൈവം തരും. കുറെ പേർക്ക് ഈ വചനം ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പവർഫുൾ ഡേ.